റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ 3 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന കൊച്ചി മേയർ വി.കെ. മിനിമോൾ. വ്യക്തിവൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും മേയർ ന്യൂസ് 18 പറഞ്ഞു. പാലാരിവട്ടം ഡിവിഷൻ കൗൺസിലറായി ആയിരിക്കെ 2018-2019 കാലയളവിൽ റോഡ് നിർമ്മാണത്തിനായി സ്വന്തം അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ വാങ്ങിയെന്നും എന്നാൽ പണി നടത്തിയത് കോർപ്പറേഷന്റെ ചിലവിലാണെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആദ്യം മിനിമോളുടെ പ്രതികരണത്തിന്. ഈ അഴിമതി ആരോപണത്തിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 3 ലക്ഷം രൂപ ഞാൻ നോട്ടീസ് അയച്ച് മേടിച്ചു എന്നാണ് പറയുന്നത്. അഴിമതി ചെയ്യാനാണെങ്കിൽ നോട്ടീസ് അയച്ച് പൊതുയോഗം വിളിച്ചുകൂട്ടി മിനിറ്റ്സ് ഉണ്ടാക്കി വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു റോഡിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു പ്രശ്നം 10-12 വർഷമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള അസോസിയേഷൻ ഭാരവാഹികൾ, അന്ന് ഉണ്ടായിരുന്ന അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആ റോഡിന് ഇരുവശവും താമസിക്കുന്ന ആളുകളുടെ ആവശ്യപ്രകാരം ഒരു മധ്യസ്ഥ എന്ന രീതിയിൽ നിന്നിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ആളുകൾക്ക് ആ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാം. അതിനുശേഷം 2 പ്രാവശ്യം ഞാനവിടെ ഇലക്ഷൻ മത്സരിച്ചപ്പോഴും ഇതേ ആളുകൾ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനൊക്കെ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. 2 പ്രാവശ്യം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നേരിടാനും തയ്യാറാണ്. കാരണം നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. സ്വാഭാവികമായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയപരമായി നമ്മളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നേരിടാൻ തന്നെയാണ് തീരുമാനം. നവമി ദിനേശ് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, ഈ മേയർ പറയുന്ന വ്യക്തിവൈരാഗ്യം അതെങ്ങനെയാണ്? സ്വന്തം പാളയത്തിൽ നിന്നാണോ? അല്ലെങ്കിൽ ഈ മാത്രമല്ല, ഈ അക്കൗണ്ടിലേക്ക് പണം വന്നതിനെ പറ്റി അവിടുത്തെ അസോസിയേഷൻ്റെ ആൾക്കാർക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഈ വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിലൊക്കെ വരുന്നതല്ലേ? അല്ലെങ്കിൽ അവർ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടതല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ എല്ലാം സംഭവിച്ചിട്ടുണ്ടോ? എൽദോ, വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഈ മേയർ പൈസ വാങ്ങിയിട്ടുണ്ട്, മേയർ അന്ന് കൗൺസിലറായിരുന്നു, കൗൺസിലർ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് കോടതിയെ അറിയിച്ചത്. എന്തായാലും അതാണ് ഇപ്പോൾ CPIM വലിയ ആയുധമായി ഉയർത്തിക്കാട്ടുന്നതും. പക്ഷേ മേയർ അതിനെ പ്രതിരോധിക്കുന്നത് അത് താൻ കൗൺസിലറായിരുന്ന സമയത്ത് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നത് LDF ആണ്, എന്തുകൊണ്ടാണ് അന്ന് ഈ ഒരു ആരോപണം ഉയർത്താത്തത്? അപ്പോൾ താൻ മേയറായ ശേഷം ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നത് അത് തികച്ചും വ്യക്തിപരവും അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഏത് അന്വേഷണത്തോടും നേരിടാൻ താൻ തയ്യാറാണ്. ഈ പറയപ്പെടുന്ന ഫ്ലാറ്റിൻ്റെ അസോസിയേഷനാണ് ആദ്യം വിജിലൻസിന് പരാതി നൽകിയത്. ഈ പരാതി കൊടുക്കാനുള്ളൊരു സാഹചര്യം ഈ പാലാരിവട്ടത്തെ ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ പണി നടക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലുള്ള റോഡ് അത് കോർപ്പറേഷൻ്റെ വകയിലുള്ള റോഡാണ്. ആ റോഡ് പൊളിയുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ആ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മിനിമോളുടെ അധ്യക്ഷതയിൽ, അന്നത്തെ അവിടുത്തെ പാലാരിവട്ടത്തെ കൗൺസിലറായിരുന്നു, കൗൺസിലറുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുകയും അവിടെ വെച്ചാണ് കൗൺസിലർ പറഞ്ഞത് ഈ റോഡ് താൻ നന്നാക്കി കൊടുക്കാമെന്ന്. അതിൻ്റെ ഭാഗമായി ഈ ഫ്ലാറ്റ് ഉടമസ്ഥരിൽ നിന്നും 3 ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു. ആ 3 ലക്ഷം രൂപ മിനിമോളുടെ അക്കൗണ്ടിലേക്കാണ് എത്തിയത്. പിന്നീട് ഈ പണി കുറച്ചുകൂടി പൂർത്തിയാകാനുണ്ട്, കൂടുതൽ തുക ആവശ്യമാണെന്ന് കൗൺസിലറായിട്ടുള്ള മിനിമോൾ ആവശ്യപ്പെടുമ്പോഴാണ് അസോസിയേഷന് സംശയം തോന്നുകയും വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തിൽ നിന്നാണ് ഈ റോഡ് പൂർത്തിയാക്കിയത് കോർപ്പറേഷന്റെ തുകയിൽ ചിലവഴിച്ചാണ്, അല്ലാതെ ഈ നൽകിയ 3 ലക്ഷം രൂപയിലല്ല എന്ന് മനസ്സിലായത്. ഇതേ തുടർന്നാണ്, ഇത് വിവാദമായതിനെ തുടർന്ന് കൗൺസിലർ ഈ പണം തിരികെ അസോസിയേഷന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ അസോസിയേഷൻ ഇത് വിജിലൻസിന് പരാതി നൽകി. വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇത് തെളിയുകയും ചെയ്തു. ഇതിന്റെ രേഖകളടക്കം, അതായത് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൗൺസിലർ അസോസിയേഷന് നൽകിയ കത്തടക്കം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ കൗൺസിലർ പറയുന്നത് താനിത് പണം തിരികെ നൽകുന്നു, അത് തനിക്ക് നിർമ്മാണം പൂർത്തിയാക്കാത്തത് കൊണ്ട് പണം തിരികെ നൽകിയെന്നാണ്. പക്ഷേ വിജിലൻസ് പറയുന്നത് അഴിമതി നിരോധന പ്രകാരം അത് പണം വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ അഴിമതിയായി തന്നെ കണക്കാക്കും, തിരികെ കൊടുത്തു കഴിഞ്ഞിട്ടും അത് അഴിമതിയായി തന്നെ ബാക്കി നിൽക്കും എന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മേയർ രാജിവെക്കണമെന്ന ആവശ്യമാണ് CPIM പ്രധാനമായും ഉയർത്തുന്നത്. റൈറ്റ്, നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. മേയറുടെ പ്രതികരണവും നമ്മൾ കേട്ടു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.